നമസ്കാരം. BSNL തങ്ങളുടെ FTTH കണക്ഷനുകളുടെ ഉപഭോക്താക്കൾക്കായി ദേശീയ വൈഫൈ റോമിംഗ് സേവനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ പുതിയ സേവനം BSNLന്റെ FTTH ഉപഭോക്താക്കളെ ഇന്ത്യയിലുടനീളമുള്ള BSNLന്റെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ അനുവദിക്കുന്നതാണ്. അതായത് വീട്ടിൽ BSNL ഫൈബർ കണക്ഷനുള്ള ഉപഭോക്താക്കൾക്ക് ഇന്ത്യയിൽ എവിടെയും ആ കണക്ഷനിലെ ഡാറ്റ ഉപയോഗിക്കാൻ സാധിക്കും. അതിനായി BSNLന്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. BSNLന്റെ നാഷണൽ വൈഫൈ റോമിംഗ് സേവനം ഉപയോഗിച്ച് ഫൈബർ ഉപഭോക്താക്കൾക്ക് അവരുടെ ബ്രോഡ്ബാൻഡ് കണക്ഷനുകളുടെ അതിവേഗ ഇന്റർനെറ്റ് ഇന്ത്യയിൽ എവിടെയും ആക്സസ് ചെയ്യാൻ കഴിയുമെന്നതാണ് ഇതിന്റെ നേട്ടം. ഈ സേവനം ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ ഇന്റർനെറ്റ് സേവന ദാതാവാണ് BSNL. ഇതുവരെ വീട്ടിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ റൂട്ടറിന്റെ പരിധിക്കുള്ളിൽ മാത്രമാണ് അതിൽ നിന്നുള്ള ഇന്റർനെറ്റ് ലഭ്യമാവുക. എന്നാൽ BSNL വൈഫൈ റോമിംഗ് സേവനം വന്നതോടെ കഥയാകെ മാറുകയാണ്. വീട്ടിലെ ഇന്റർനെറ്റ് ഇനി ഉപഭോക്താക്കൾക്ക് പാൻ ഇന്ത്യൻ ലെവലിൽ ലഭ്യമാകും. ഉപഭോക്താവ് ഉള്ളത് ഒരു ഗ്രാമപ്രദേശത്താണെങ്കിലും BSNL വൈഫൈ ഉണ്ടെങ്കിൽ ആ കണക്ഷനിലൂടെ അയാൾക്ക് അതിവേഗ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. BSNLന്റെ ഈ പുതിയ സേവനം കൂടുതൽ ആളുകളെ BSNL ഫൈബർ കണക്ഷനുകളിലേക്ക് ആകർഷിക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ റിലയൻസ് ജിയോ, എയർടെൽ എന്നിവയ്ക്ക് പിന്നിലായി രാജ്യത്തെ മൂന്നാമത്തെ വലിയ ഇന്റർനെറ്റ് സേവന ദാതാവ് എന്ന സ്ഥാനമാണ് BSNLന്റെ ഭാരത് ഫൈബറിന് ഉള്ളത്. എന്നാൽ വീട്ടിലെ ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ച് ഇന്ത്യയിൽ എവിടെയിരുന്നും വൈഫൈ വഴി ഡാറ്റ ഉപയോഗിക്കാനാകുമെന്ന BSNLന്റെ പുതിയ വാഗ്ദാനം ജിയോയ്ക്കും എയർടെലിനും കാര്യമായ ദോഷം വരുത്തിവെക്കുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ BSNL അവതരിപ്പിച്ചിരിക്കുന്ന ഈ സേവനം മറ്റൊരു ISPയും ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല. BSNLന്റെ ഈ നീക്കത്തെ മറികടക്കാൻ ജിയോയും എയർടെലും ഇനി അല്പം പണിപ്പെടേണ്ടി വരും. നിശ്ചിത സ്ഥലത്ത് മാത്രം ലഭ്യമായിരുന്ന ഫൈബർ കണക്ഷൻ ഡാറ്റ പാൻ ഇന്ത്യൻ ലെവലിൽ ലഭ്യമാക്കുക എന്നത് വിപ്ലവകരമായ മുന്നേറ്റമായാണ് കരുതുന്നത്. ഈ പുതിയ സേവനത്തിലൂടെ തങ്ങളുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനും രാജ്യത്തുടനീളം സ്വാധീനം നേടാനും BSNL ലക്ഷ്യമിടുന്നുണ്ട്. തങ്ങളുടെ ദേശീയ വൈഫൈ റോമിംഗ് സേവനം സുരക്ഷിതവും ലളിതവുമാണെന്നാണ് BSNL അറിയിച്ചിരിക്കുന്നത്. BSNL FTTH നാഷണൽ വൈഫൈ റോമിംഗ് സർവീസ് ലഭ്യമാകാനായി BSNL ഫൈബർ കണക്ഷൻ ഉപയോക്താക്കൾ BSNL വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പ്രക്രിയയിൽ കൺഫർമേഷനായി ഉപഭോക്താക്കൾ അവരുടെ FTTH കണക്ഷൻ നമ്പറും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും നൽകേണ്ടതുണ്ട്. ഇന്ത്യയിലെമ്പാടും അതിവേഗ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ള ഈ കഴിവ് BSNL ഫൈബർ കണക്ഷൻ ഉടമകൾക്ക് ഉടൻ ലഭിക്കും. എയർടെലും ജിയോയും ഈ നീക്കത്തെ എങ്ങനെ നേരിടുമെന്ന് കണ്ടറിയേണ്ടതാണ്. കാരണം BSNL അവതരിപ്പിച്ചതുപോലെ ഒരു സേവനം അവതരിപ്പിക്കാൻ ഈ രണ്ട് കമ്പനികളും തയ്യാറാകില്ല. കാരണം വീടിന് പുറത്തുള്ള സന്ദർഭങ്ങളിൽ ഉപഭോക്താക്കൾ തങ്ങളുടെ മൊബൈൽ ഇന്റർനെറ്റ് ഉപയോഗിക്കണമെന്ന് ജിയോയും എയർടെലും ആഗ്രഹിക്കുന്നുണ്ട്. BSNL ആരംഭിച്ചതുപോലെ നാഷണൽ വൈഫൈ റോമിംഗ് സർവീസ് ആരംഭിച്ചാൽ അത് തങ്ങളുടെ അടിവേരിളക്കുമെന്ന് ജിയോയ്ക്കും എയർടെലിനും അറിയാം. അതിനാൽ തന്നെ എങ്ങനെയാണ് അവർ ഇതിനെ നേരിടുക എന്ന് കാത്തിരുന്നു കാണണം.